പ്രിയദർശിനി സൗജന്യ യാത്ര KSRTCയിൽ നടപ്പിലാക്കിയത് മുതൽ നാട്ടിലെ സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ വലിയ ദുരിതത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പല സ്വകാര്യ ബസ്സുകളും സർവീസുകൾ അവസാനിപ്പിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ബസ്സിൽ ബസ് ജീവനക്കാർ പലഹാരപ്പൊതികൾ കച്ചവടം ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. 8,000-ഉം 9,000-ഉം 10,000-ഉം ഒക്കെ ദിവസം കളക്ഷൻ കിട്ടിയിരുന്ന ബസ്സുകളിൽ ഇപ്പോൾ 2,000 രൂപ പോലും കിട്ടുന്നില്ല, അവർക്ക് മുതലാകുന്നില്ല എന്നാണ് പരാതി. സ്വകാര്യ ബസ്സുകൾ പുതിയ രീതിയിലുള്ള വരുമാന മാർഗം തേടണം എന്നൊക്കെ സർക്കാരും മന്ത്രിയുമൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അവരുടെ ആ ഒരവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടയിൽ നടപടികൾ കൂടി വന്നാൽ, പിഴ കൂടി വന്നാൽ അവർ എന്തു ചെയ്യും? ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൂനിന്മേൽ കുരുവും. ഇതാണ് ചില സ്വകാര്യ ബസ്സുകളുടെ അവസ്ഥ. സംഭവം ആലുവയിലാണ്. ബസ് സർവീസ് നിർത്തി, അവർക്ക് നഷ്ടം. മാത്രമല്ല, ഈ ബസ്സിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ഈ ബസ് പുരുഷന്മാർക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കണം, പുരുഷന്മാർക്ക് സൗജന്യ യാത്ര. അത് ഈ പ്രിയദർശിനി പദ്ധതിക്ക് എതിരെയുള്ള അവരുടെ ഒരു പ്രതിഷേധമായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ MVD ഈ ബസ്സിനെതിരെ നടപടി എടുത്തിരിക്കുന്നത്. പുരുഷന്മാർക്ക് സൗജന്യ യാത്ര നൽകിയ സ്വകാര്യ ബസ്സിന് പിഴ അടിച്ചുകൊടുത്തു. ഉച്ചസമയത്ത് സർവീസ് നടത്താതെ പെർമിറ്റ് ലംഘിച്ചു എന്നാണ് പരാതി പറയുന്നത്. അവർക്ക് ചിലപ്പോൾ ഡീസൽ തീർന്നു പോയിട്ട് അതടിക്കാൻ പണമില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ സർവീസ് നിർത്തിവെച്ചത് എന്നും പറയുന്നുണ്ട്. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സ്വകാര്യ ബസ് ഉടമകളും ഓപ്പറേറ്റർമാരും നടത്തുന്നത്. കനത്ത വരുമാന നഷ്ടത്തെ തുടർന്ന് ഉച്ചസമയത്തെ സർവീസ് നടത്താതെയിരുന്ന സ്വകാര്യ ബസ്സിന് മോട്ടോർ വാഹന വകുപ്പ് പിഴയിട്ടു. എറണാകുളം, മാഞ്ഞാലി, ആലുവ റൂട്ടിൽ ഓടുന്ന ലിറ്റിൽ ഫ്ലവർ എന്ന സ്വകാര്യ ബസ്സിനാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയത്. സർവീസ് നടത്താതെ പെർമിറ്റ് ലംഘിച്ചു എന്നാരോപിച്ച് 7,500 രൂപയാണ് ഈ ബസ്സിന് പിഴ ചുമത്തിയത്. സംസ്ഥാന സർക്കാർ സ്ത്രീകൾക്കും ഒക്കെയായി KSRTCയിൽ സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചപ്പോൾ പ്രതിഷേധ സൂചകമായി പുരുഷന്മാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച ബസ്സാണ് ഈ ലിറ്റിൽ ഫ്ലവർ ബസ്. അന്നു മുതൽ ഇന്നുവരെ പുരുഷന്മാർക്ക് സൗജന്യ യാത്ര നൽകിയ ബസ് കടുത്ത നഷ്ടത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 സർവീസ് നിർത്തിവെച്ചത്. ആരോ കൊടുത്ത ഒരു പരാതിയിലാണ്, ഈ ബസ് സർവീസ് നിർത്തിവെച്ചു എന്ന് കൊടുത്ത ഒരു പരാതിയിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് MVD അറിയിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചത് എന്നറിയിച്ചിട്ടും പിഴയിൽ മാറ്റം വരുത്താനോ പിഴ റദ്ദാക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന പരാതിയുമുണ്ട്. ഇത് കൂടുതൽ ഇതിനകത്ത് സർക്കാർ സംവിധാനങ്ങൾ, ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഗതാഗത മന്ത്രി CP ജോൺ നേരിട്ട് ഇടപെടേണ്ടിയിരിക്കുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അവരും 5ഉം 6ഉം ഇപ്പം 10 ബസ് അല്ലെ 20 ബസ് ഉള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ലോങ് റൂട്ടിൽ ഓടുന്ന ബസ്സുകൾക്ക് പ്രശ്നമുണ്ടാകില്ല. പക്ഷേ 1-2 ബസ്സുള്ള ബസ് ഉടമകൾക്ക് ഇത്തരത്തിൽ വലിയ നഷ്ടം വരുത്തി വയ്ക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാര നടപടികൾ അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ് എന്ന ആവശ്യം ശക്തമാവുകയാണ്.